തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം. കോവിഡിന്റെ ഉപവകഭേദം JN1 ആണ് വ്യാപിക്കുന്നത്. ഇന്നലെ 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഉപവകഭേദമാണ് അത് ഇവിടെ കണ്ടെത്തിയെന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ എക്കാലത്തേതും എന്നതുപോലെ തന്നെ നമ്മൾ അതിനെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ പരിശോധിച്ചപ്പോൾ ഈ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. ഐശ്വര്യ അനിൽ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. ഐശ്വര്യ, ഈ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കോവിഡിന്റെ ഉപവകഭേദം കണ്ടെത്തിയെന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ കോവിഡ് വർദ്ധിക്കുന്നു എന്നത് ആശങ്കയുള്ളൊരു കാര്യമാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? ഭവ്യ, സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 302 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. ഒപ്പം കഴിഞ്ഞ ദിവസം 4 മരണം കൂടി കോവിഡ് കാരണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കണക്കും പുറത്തു വരുന്നുണ്ട്. ഈ ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ 79 വയസ്സുകാരനിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ JN1 ആണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതും ഒപ്പം ഈ ഘട്ടത്തിൽ തന്നെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. പക്ഷേ ഈ കോവിഡ് വ്യാപനം വലിയ തോതിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% കേരളത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ പേർക്ക് ഈ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പനി കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ വർധനയുണ്ട് ആ കണക്കിൽ. അതുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ ലക്ഷണങ്ങളും ഈ വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഈ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവർ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തതാണ് ഈ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ പരിശോധനകൾ കുറവായതിനാൽ തന്നെ കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. എന്തായാലും നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യം ആശ്വാസകരമാണ്, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഐശ്വര്യ, ഈ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാം എന്നുള്ള ഒരു സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവാനുള്ള സാധ്യത നിലവിലുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പൊന്നും ലഭ്യമായിട്ടില്ല. പ്രതിരോധശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള വൈറസാണ് ഈ JN1 കോവിഡ് ഉപവകഭേദം എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 1000-ലധികം ആക്റ്റീവ് കേസുകൾ കേരളത്തിലുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം 302 കേസുകൾ, കഴിഞ്ഞ ദിവസം മാത്രം സ്ഥിരീകരിച്ച കണക്കാണ് 302. ആക്റ്റീവ് കേസുകൾ പരിശോധിച്ചാൽ 1000-ലധികം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട ഒരു ഘട്ടം എത്തിയിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ രീതിയിൽ, അതായത് കൃത്യമായി കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ഒരുപക്ഷെ ഈ കോവിഡ് ഉപവകഭേദത്തെ പിടിച്ചു നിർത്താനാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഭവ്യ, ഐശ്വര്യ, ഒരു കാര്യം കൂടി, ഈ ഉപവകഭേദം സ്ഥിരീകരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണോ? ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 79-കാരന്റെ തിരുവനന്തപുരം സ്വദേശിയായ 79-കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നന്ദി ഐശ്വര്യ അനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.